അണ്ണാ എൻ്റെ അഭിപ്രായത്തിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ഇന്ന് രാത്രി തന്നെ ഒരു വണ്ടി പിടിച്ച് നേരെ നേറ്റങ്ങരയ്ക്ക് വിട്ടാലോ? വാടകടാ, നീ എന്താടാ പറഞ്ഞത്? എല്ലാം കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് ഇവിടുന്ന് പോവാനാ ഉള്ളത്? നീ വലിയ പ്രശ്നമാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പടവലത്ത് പോവാം. നീയും വരണ്ടാടേ. ഗൗരിയൊക്കെ നിൽക്കുകയല്ലേ. എനിക്കൊന്നും പോണ്ട. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. ഡേയ്, എന്തായാലും പോലീസിനെ വിളിച്ചറിയിക്കണം കേട്ടാ. യുവമാരിങ്ങനെ മാറി മാറി അവിടെ കിടന്ന് കളി ചെയ്യണം. അത് പറ്റൂല, നീ വിളിച്ചറിയിക്കണം. അച്ചോ, നമ്മൾ കരുതിയിരിക്കണം കേട്ടാ. അവന്മാർ ചതിയന്മാരാണ്. ആ, ചതിക്കാൻ നമ്മളും മുറിച്ചക്കാരൊന്നും അല്ല. നഖത്തിന് നഖം, പല്ലിന് പല്ലി. എടേ ബാസി, അവിടെ ഒറ്റയ്ക്കാണ്. അടേന്ദ്ര ആണാ? ഇതിലെന്താ പറഞ്ഞു? ആ, ഞാൻ അറിഞ്ഞില്ലല്ലേ, പറ. ആ ആ അത് കൊള്ളാം. ആ വരട്ടെ. അതെ, നീ അവന്മാരെ മുമ്പ് ചാടി കൊടുക്കല്ലേ, പ്രശ്നമാവോ അത്? ഇതിന് മാറാനാ? ആണാ? ആ ശരി ശരി ശരിടാ, ശരി ശരി. അവൻ വീടൊക്കെ അടച്ചു വിട്ടിട്ടേ അത് കയറിയിരിക്കുന്നു. ആ പിന്നെ ചായക്കടയിൽ നമ്മൾ ആൾക്കാരുണ്ട്, അവന്മാർ വിളിച്ച് പറഞ്ഞെന്ന് ഈ ഇവൻ്റെ പേരന് മറന്നുണ്ട്. അവൻ്റെ പേരെന്താണ്? ജോയ് മോനെ സംഘം കൂടെ അമ്പലത്തിൻ്റെ നടയിലിട്ട് പോലീസ് വളഞ്ഞെന്ന്. പിന്നെ അങ്ങോട്ട് ഒരു ഒന്നും തള്ള കയറി രണ്ടെണ്ണത്തിനെ പൊക്കി. ജോയ്മനെ കിട്ടിയില്ല, ജോയ്മ ഉണ്ടായിട്ടുള്ള അവൻ ഏതോ പുതിയ ടീമിനെ ഇറക്കണം. ബാസിയും പറഞ്ഞ് ഡേ ഇവിടുന്ന് മാറിയിരിക്കാൻ എന്നിട്ട് പറഞ്ഞ അവനെ കൂടെ കൊണ്ടുപോയി. അവൻ പേടിച്ചിട്ടാണ്. ആ പിന്നെ ജോയ്മോൻ പറയണ് അവനെ പോലീസ് പൊക്കണതിന് മുമ്പ് എന്നെ ശ്രീകുട്ടങ്ങ് തീർത്തുള്ളത്. സുരേന്ദ്ര, ഓ ഇതൊരു കാര്യം ചെയ്യ്. അണ്ണനെ നീനുവിനെ പിള്ളേരെയും ഗൗരിയെല്ലാം കൊണ്ട് നെയ്യാറ്റിങ്ങനെ പ്രവർത്തനം പോയതില്ലേ, ഞാനും ശ്രീകുട്ടനും ഇവിടെ അയക്കാം. ഞങ്ങൾ അങ്ങനെ നിങ്ങളോട്ട് പോവില്ല. ആ ജോയ് മോൻ എന്തോന്ന് വരട്ടെ, എടുക്കളേ. ഹലോ 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 അവൻ പറയണ് ഇങ്ങനെ ഒരു കുടുംബം ഇനി ഭൂമി കാണൂല.